Adventures in a Banyan Tree by Ruskin Bond. Nature is for all living beings. Man should live in harmony with nature. സ്റ്റോറി ആരംഭിക്കുന്നതിന് മുൻപ് എഴുത്തുകാരൻ, അതായത് റസ്കിൻ ബോൺ, എല്ലാ വായനക്കാരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സുന്ദരമായ ഈ പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ ഈ പ്രകൃതിയോട് യോജിച്ചു നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയുമായി ഒന്നിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക്കൽ എന്ന പോലെ നമ്മളെ വശീകരിച്ച് കൊണ്ടുപോകുന്നു എന്നർത്ഥം. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീജർ ടൈം വിത്ത് നേച്ചർ? നമ്മളോടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവു സമയം പ്രകൃതിയുമായി ചെലവഴിക്കാൻ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓരോരുത്തർക്കും സ്വയം ആലോചിച്ച് വിലയിരുത്താവുന്നതാണ്. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ പ്രകൃതിയുമായി സമയം ചെലവഴിച്ച് ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെന്നാണെങ്കിൽ തീർച്ചയായും ആ പ്രകൃതിയിലെ ചില ഘടകങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടാവും. അതിനെ കണ്ടെത്താൻ ശ്രമിക്കുക. Now let's start reading how a boy experienced and blended with the essence of nature in his life. ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൽ പ്രകൃതിയുടെ എസൻസുമായി എത്രമാത്രം ലയിച്ചുകൊണ്ട് ഒരു അനുഭവത്തിന് വിധേയമായി എന്നത് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് വിലയിരുത്താം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഒരു വലിയ ബനിയൻ ട്രീ, അതായത് ഒരു ആൽമരം, അതിലുണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള ചില അഡ്വഞ്ചേഴ്സിനെ പറ്റിയാണ്, സാഹസികതകളെ പറ്റിയാണ് ഈ മനോഹരമായിട്ടുള്ള സ്റ്റോറി. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും അതിനോട് ചുറ്റും കിടക്കുന്ന പ്രദേശങ്ങളും, അതാണ് ഈ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്, എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ ആധിപത്യത്തിലായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആ മാഗ്നിഫിഷൻ ഓൾ ബനിയൻ ട്രീ, അതായത് വളരെ വലിയ ഒരുപാട് പഴക്കമുള്ള ആ ആൽമരം പ്രധാനമായിട്ടും എൻ്റേതായിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാൻഡ് ഫാദറിന് ഏകദേശം 65 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ആൽമരത്തിൽ പിടിച്ച് കയറാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കുട്ടി അവകാശപ്പെടുന്നു, ആ മരം പൂർണ്ണമായിട്ടും എനിക്കുള്ളതാണ്, മറ്റുള്ള എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റേതാണെങ്കിലും. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൻ who lived to the age of 117 and would have lived longer if she had not fallen while climbing an apple tree. ഈ ഒരു സംഭവത്തെപ്പറ്റി, ഗ്രാൻഡ് ഫാദറിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയെപ്പറ്റി ഗ്രാൻഡ് മദർ പതിവായി ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ടീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹസിക്കുക. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് ഫാദറിനോട് ഒരു പഴയ സ്റ്റോറിയെ പറ്റി പരാമർശിക്കുകയും ചെയ്യും. ആ സ്റ്റോറി ഒരു ഇംഗ്ലീഷ് വുമനെ പറ്റിയാണ്, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ വൈഫ് ഓഫ് ദ കൗണ്ട്. കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭു. പ്രഭുവിൻ്റെ വൈഫിനെയാണ് നമ്മൾ കൗണ്ടസ് എന്ന് പറയാം. ഈ സ്ത്രീ ഏകദേശം 117 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ജീവിക്കാൻ സാധിച്ചേനെ. ആ ഒരു ഘട്ടത്തിലാണ് ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് താഴേക്ക് വീഴാനിടയാവുകയും മരണപ്പെടുകയും ചെയ്തത്. ഈ ഒരു കഥ ഗ്രാൻഡ് ഫാദറിനോട് മിക്കവാറും സന്ദർഭങ്ങളിൽ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് ഗ്രാൻഡ് മദർ പറയാറുണ്ടായിരുന്നു. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera.
nestling in a valley at the foot of the Himalayas. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡേര എന്ന് പറയുന്ന ടൗണിനോളം പഴക്കമുണ്ട് ഈ ബനിയൻ ട്രീക്ക്. ഒരുപക്ഷെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഈ വീടിനേക്കാൾ പ്രായം ഈ ആൽമരത്തിനുണ്ട്. ഗ്രാൻഡ് ഫാദറിനേക്കാൾ പ്രായം ഈ ആൽമരത്തിനുണ്ട്. ഈ കുട്ടിക്ക് ഏറ്റവും അധികം സന്തോഷം പകരുന്ന ഘടകമാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ ആൽമരത്തിൻ്റെ ബ്രാഞ്ചസ്. അത് ഗ്രൗണ്ടിലേക്ക് കർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയും ഗ്രൗണ്ടിൽ സ്പർശിച്ച് വീണ്ടും അത് വേര് പൊട്ടി മുളയ്ക്കുകയും എന്നിട്ടൊരു മെയ്സ് ഓഫ് ആർച്ചസ് ആയി രൂപപ്പെടുകയും ചെയ്യുന്നു. മെയ്സ് ഓഫ് ആർച്ചസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആർച്ചസ്. ഈ മനോഹരമായ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ആൽമരത്തിൻ്റെ ബ്രാഞ്ചസ് ഈ കുട്ടിക്ക് അനന്തമായിട്ടുള്ള സന്തോഷമാണ് സമ്മാനിച്ചിരുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or a gun, he became friendlier. ഈ ആൽമരത്തിലെ ആദ്യത്തെ എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫെമിലിയർ, എനിക്ക് പരിചയം എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രേ സ്ക്യൂറലാണ്, ഒരു അണ്ണാനാണ്. വളരെ ചെറിയ ഗ്രേ കളറിലുള്ള, പിൻഭാഗം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു ആർച്ച് ഷേപ്പിൽ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ സ്നിഫ് ചെയ്തുകൊണ്ട് ചീറ്റിക്കൊണ്ട് ഈ അണ്ണാൻ എന്നോടുള്ള നീരസം, എന്തിനാണ് ആ നീരസം അല്ലെങ്കിൽ ആ ദേഷ്യം പ്രകടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വകാര്യതയിലേക്ക് ഞാൻ നടത്തിയിട്ടുള്ള ഈ ഇൻവേഷൻ, ഈ അതിക്രമിച്ചുള്ള കടന്നുകയറ്റം, അവൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ തുടക്കത്തിൽ എന്നോട് നീരസം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് അവൻ ഉറപ്പുവരുത്തിയപ്പോൾ, കാറ്റപ്പൾട്ട് അല്ലെങ്കിൽ എയർ ഗൺ ഇതുപോലെയുള്ള കോമൺ മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന വെപ്പൺസ് ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അവൻ എൻ്റെ സുഹൃത്തായി മാറി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, he grew bolder and finally became familiar enough to take food from my hands. പിന്നീട് ഞാൻ ഈ സ്ക്യൂറലിന് കേക്ക്, ബിസ്ക്കറ്റ് തുണ്ടുകൾ ഇട്ടുകൊടുക്കാൻ തുടങ്ങിയപ്പോൾ he grew bolder, അവൻ ഒന്നുകൂടി ധൈര്യശാലിയായി മാറി. അവസാനം എൻ്റെ കയ്യിൽ നിന്ന് പോലും ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ അത്രമാത്രം പരിചയം ഞങ്ങൾ തമ്മിൽ ആയിത്തീർന്നു. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ച് അധിക സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ എൻ്റെ പോക്കറ്റിലേക്ക് ഡെൽവ് ചെയ്യാനായിട്ട് തുടങ്ങി, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി തുടങ്ങി, പരിശോധിക്കാൻ തുടങ്ങി. എന്നിട്ടോ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ എൻ്റെ പോക്കറ്റിൽ കണ്ടത് അതെടുക്കാനും തുടങ്ങി. ഹെൽപ്പിംഗ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് എടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഇതൊരു വളരെ ചെറിയ സ്ക്യൂറലാണ്. ഒരുപക്ഷെ ഈ സ്ക്യൂറലിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന ഇവൻ എത്രമാത്രം ഫൂളിഷാണ് അല്ലെങ്കിൽ ഹെഡ് സ്ട്രോങ് ആണ്, അതായത് ഡിറ്റർമിൻഡ് ആണ് എന്ന് പോലും കരുതുന്നുണ്ടാവും. ഇൻ ദ സ്പ്രിംഗ്, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. സ്പ്രിംഗ് സീസണിൽ, വസന്തകാലത്തിൽ, ഈ ബനിയൻ ട്രീ നിറയെ കായ്ക്കുമ്പോൾ പല വിധത്തിലുള്ള പക്ഷികൾ കൂട്ടം കൂട്ടമായി ഈ ബനിയൻ ട്രീയുടെ ബ്രാഞ്ചസിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിൽപ്പെടുന്ന പ്രധാനപ്പെട്ട പക്ഷികളാണ് റെഡ് ബോട്ടംഡ് ബുൾബുൾ, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, പാരറ്റ്സ് ആൻഡ് ക്രോസ്. ഈ പക്ഷികളെല്ലാം വന്ന് അവിടെ ആകെ ശബ്ദ കോലാഹലങ്ങളുണ്ടാകും. പരസ്പരം കോറൽ ചെയ്യുന്നത് കാണാം, തല്ലിടുന്നത് കാണാം.
ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഈ സീസൺ ആകുമ്പോൾ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ പരിസരത്തെ, ആ റോഡിലെ ഏറ്റവും ശബ്ദ കോലാഹലമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീ ആണ്. ഈ ഫിഗ് സീസണിൽ, അതായത് ഈ സ്പ്രിംഗ് സീസണിൽ, ഈ കായ്ക്കളെല്ലാം ഉണ്ടാകുന്ന സീസണിൽ. ഹാഫ് വേ അപ്പ് ദ ട്രീ I had built a small platform on which I would often spend the afternoons when it was not too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, the novels of Edgar Rice Burroughs and Lucia May Alcott made up my bag of very mixed reading. ഈ ആൽമരത്തിൻ്റെ മുകളിലായി ഏകദേശം പകുതിയിൽ, ഒരു ഹാഫ് വേയിൽ ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ മിക്കവാറും ഉച്ച സമയങ്ങൾ ഞാൻ ചിലവഴിക്കും, അധികം ചൂടില്ലാത്ത സമയം നോക്കി. എന്നിട്ട് അവിടെ കിടന്ന് റീഡ് ചെയ്യും, ബുക്സ് വായിക്കും. അവിടെ കിടക്കാനുള്ള സൗകര്യത്തിന് ഞാനൊരു കുഷ്യൻ വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഞാൻ പ്രധാനമായിട്ടും അവിടെ ഇരുന്ന് വായിച്ചിരുന്ന ബുക്കുകൾ ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, അതോടൊപ്പം തന്നെ എഡ്ഗർ റൈസ് ബറോയുടെ നോവൽസും ലൂസിയ മേ ആൽക്കട്ടിൻ്റെ നോവൽസും. അങ്ങനെ എൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. പല പല റൈറ്റേഴ്സിൻ്റെ വ്യത്യസ്തമാർന്ന വർക്കുകളായിരുന്നു. ഈ പാരഗ്രാഫിൽ നമുക്ക് പ്രോപ്പിംഗ് അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് കാണാം. അതിൻ്റെ അർത്ഥം നമ്മൾ വീഴുന്നതിൽ നിന്ന് നമ്മളെ തടയാനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വെക്കുന്നതിനെയാണ് പ്രോപ്പിംഗ് അപ്പ് എന്ന് പറയാം. ഇവിടെ വെച്ചിരിക്കുന്ന ഒരു കുഷ്യനാണ്, ഒരു ബോളിൻ്റെ, ഒരു ട്രീയുടെ ബോളിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയാലും ഈ കുട്ടി ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴാതെ അത് സപ്പോർട്ട് ചെയ്യും. When I did not feel like reading, I could look down through the banyan leaves at the world below. ഒരുപക്ഷെ ഈ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത്, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് റീഡ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ മിക്കവാറും ഞാൻ ആ ബനിയൻ ലീവ്സിൻ്റെ ഇടയിലൂടെ താഴേക്ക് നോക്കും. ആ താഴെയുള്ള മനോഹരമായിട്ടുള്ള ലോകം എന്തിനെക്കുറിച്ചാണെന്ന് നമുക്ക് നോക്കാം. At grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. ബനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുന്ന ഈ കുട്ടി കാണുന്ന കാഴ്ചകൾ തൻ്റെ ഗ്രാൻഡ് മദർ അലക്കിക്കഴിഞ്ഞ തുണികൾ അഴക്കിയത്തിടുന്നതും ഉണങ്ങാനായി ഇടുന്നതും ഉണങ്ങിയ തുണികൾ അഴക്കിയത്തു നിന്ന് എടുക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ്. വീണ്ടും ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു രംഗം തൻ്റെ വീട്ടിലെ കുക്ക് വഴിയോരത്ത് ഫ്രൂട്ട്സ് വിറ്റ് നടക്കുന്ന ഒരു കച്ചവടക്കാരനുമായി ക്വാറൽ ചെയ്യുന്ന രംഗമാണ്, തർക്കിക്കുന്ന അല്ലെങ്കിൽ വഴക്കടിക്കുന്ന രംഗമാണ്. പിന്നീട് ഈ കുട്ടി കാണുന്ന രംഗം തൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ജമന്തി ചെടികളെ നോക്കി ഗ്രംബിൾ ചെയ്യുന്നതാണ്, മുറുമുറുക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷ് ഗാർഡൻ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഇന്ത്യൻ മാരിഗോൾഡ് അവിടെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. സാധാരണഗതിയിൽ അത്ര വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആവേശമുണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും ബനിയൻ ട്രീയുടെ മുകളിൽ വെച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ദിവസം, ഒരു ആഫ്റ്റർനൂണിൽ ശരിക്കും ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് എന്നിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അവിടെ നടക്കുകയുണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. ആ ദിവസം ഒരു മംഗൂസ്, അതായത് ഒരു കീരി, ആൻഡ് എ കോബ്ര, ഒരു പാമ്പും, ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ, ഒരു മരണ പോരാട്ടം നടക്കുകയാണ് ആ ഗാർഡനിൽ വെച്ച്. ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന ആ സമയം ഐ സാറ്റ് ഡയറക്ട്ലി അബവ് ദം ഇൻ ദ ബനിയൻ ട്രീ. അവർക്ക് നേരെ മുകളിലായിട്ട് ബനിയൻ ട്രീയുടെ മുകളിലിരുന്ന് ഞാൻ ഈ രംഗം കാണുകയാണ്. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ.
and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose emerged from the bushes and went straight for the cobra. അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂൺ ആയിരുന്നു. സമ്മർ സീസൺ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അടങ്ങിയിട്ടുള്ള ചൂട് കാറ്റ് അവിടെയുള്ള എല്ലാവരെയും അകത്ത് തന്നെ ഇരുത്തി. പുറത്തേക്ക് വരാൻ എല്ലാവർക്കും മടിയായിരുന്നു ആ ചൂട് കാറ്റടിക്കുമ്പോൾ. എൻ്റെ ഗ്രാൻഡ് ഫാദർ പോലും അകത്ത് തന്നെ കൂടി. ഞാനാണെങ്കിലോ ആകെ ക്ഷീണിച്ച് ഉറക്കം തൂങ്ങിയിട്ടായിരുന്നിരുന്നത്. ആകെ ഡ്രൗസി ആയിരുന്നു, സ്ലീപ്പി ആയിരുന്നു. ഒന്ന് കുളത്തിൽ പോയി കുളിച്ചാൽ ഒന്ന് ഉഷാറാവുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം കാക്ടസ് മുൾച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു ബ്ലാക്ക് കോബ്ര ഗ്ലൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇഴഞ്ഞിഴഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക്, ആ ഗാർഡൻ്റെ കുറച്ച് കൂളറായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയാണ് അത് ശ്രമിക്കുന്നത്. അതേസമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഗാർഡനിൽ കാണാറുള്ള ഒരു മംഗൂസ്, ഒരു കീരി, ബുഷുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് നേരെ ഈ കോബ്രയുടെ അടുത്തേക്ക് ചെന്നു. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. അങ്ങനെ ആ മരത്തിൻ്റെ താഴെ ഒരു ഓപ്പൺ സ്പേസിൽ, ഒരു തുറന്ന പ്രദേശത്ത് നല്ല സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ രണ്ടുപേരും, ഈ കോബ്രയും മംഗൂസും, കെയിം ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ എത്തി നിൽക്കപ്പെടുകയാണ്. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. ഈ കോബ്രയ്ക്ക് 3 അടി മാത്രം നീളമുള്ള ഈ മംഗൂസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഈ മംഗൂസ് ഒരു സൂപ്പർബ് ഫൈറ്ററാണ്. അതോടൊപ്പം തന്നെ ക്ലവറാണ്, സൂത്രശാലിയാണ്, എഗ്രസീവുമാണ്. അതായത് വയലൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ മംഗൂസ്. പക്ഷേ കോബ്രയും ഈക്വലി സ്കിൽഫുള്ളാണ്. അതിന് പുറമെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഫൈറ്റർ കൂടെയാണ്. കാരണം കോബ്ര വളരെ വേഗത്തിൽ തന്നെ മൂവ് ചെയ്യുകയും ഒരു പ്രകാശ വേഗത്തിൽ അതിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള കഴിവുമുണ്ട്, കൊത്താനുള്ള കഴിവുമുണ്ട്. എല്ലാത്തിനും ഉപരിയായി ഈ കോബ്രയുടെ ലോങ് ഷാർപ്പ് ഫാങ്സ്, അതായത് അതിൻ്റെ പല്ലുകൾ, അതിന് തൊട്ട് പിന്നിലായിട്ടുള്ള സാക്സിൽ ഫുൾ ഓഫ് ഡെഡ്ലി വെനമാണ്. മരണ കാരണമാകുന്ന രീതിയിലുള്ള വിഷമടങ്ങിയിരിക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റും ഇത് ഒരു യുദ്ധമാണ്. ആര് തമ്മിലുള്ള? ചാമ്പ്യൻസ് തമ്മിലുള്ള. ഹിസ്സിംഗ് ഡിഫയൻസ്, ഹിസ് ഫോക്ക്ഡ് ടങ് darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. അങ്ങനെ ഫൈറ്റിൻ്റെ തുടക്കത്തിൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഹിസ് ചെയ്തുകൊണ്ട് കോബ്ര അതിൻ്റെ ഫോക്ക്ഡ് ടങ്, അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത പോലെ, രണ്ടായി ഡിവൈഡ് ചെയ്ത പോലെയാണ് ഈ കോബ്രയുടെ ടങ് നമുക്ക് പുറത്തേക്ക് കാണാം. അതിങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് ഡാട്ട് ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യിക്കാൻ തുടങ്ങി. എന്നിട്ട് ഏകദേശം 6 അടിയോളം നീളം വരുന്ന ഈ കോബ്ര 3 അടിയോളം ഉയരത്തിലേക്ക് ഇങ്ങനെ പൊന്തി. ദെൻ സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്. എന്നിട്ടിങ്ങനെ ആ വലിയ വിശാലമായിട്ട് കാണുന്ന അതിൻ്റെ ഹുഡ്, അതിൻ്റെ പത്തി അങ്ങോട്ട് വിടർത്തി. ഇതേ സമയം മംഗൂസ് അതിൻ്റെ ടെയിൽ അങ്ങോട്ട് പൊന്തിച്ചു. ബുഷ് ടു ഹിസ് ടെയിൽ. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അതിൻ്റെ പുറത്തുള്ള, മംഗൂസിൻ്റെ പുറത്ത് കാണപ്പെടുന്ന കട്ടിയേറിയ തോല്, അതിൻ്റെ ഹെയർ,
അതിങ്ങോട്ട് ഉയർത്തി നിർത്തി. ഒരുപക്ഷെ ഈ മംഗൂസിൻ്റെ സ്കിന്നാവും മിക്കവാറും എല്ലാ ഫൈറ്റിൽ നിന്നും ഇതിനെ സംരക്ഷിക്കുന്നത്. മറ്റേതെങ്കിലും മൃഗങ്ങളാണെങ്കിൽ ഇത്രയ്ക്കധികം തിക്നെസ് സ്കിന്നിനുണ്ടാവില്ല, അപ്പം മരണകാരണമാകും. മംഗൂസിനെ സേവ് ചെയ്യുന്ന പ്രധാന ഘടകം ഇതിൻ്റെ തിക്കായിട്ടുള്ള സ്കിന്നാണ്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. ഈ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതിനെയാണ് നമ്മൾ ഈ കോമ്പറ്റൻസ് എന്ന് പറയാം, ഇവർക്ക് ഞാൻ അവിടെ ഉള്ള കാര്യം അറിയില്ല, എൻ്റെ പ്രസൻസ് ബനിയൻ ട്രീയിലുള്ള കാര്യം അറിയില്ല. പക്ഷേ അവർക്ക് മറ്റൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. വേറെ 2 കാഴ്ചക്കാർ അവിടെ എത്തിയത്. ആരാണ് ആ 2 കാഴ്ചക്കാർ എന്ന് നമുക്ക് നോക്കാം. സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ. One was the myna and the other a jungle crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. ആ 2 സ്പെക്ടേറ്റേഴ്സിൽ ഒന്ന് ഒരു മൈനയും മറ്റൊന്ന് ഒരു ജംഗിൾ ക്രോ, ഒരു കാട്ടിലെ കാക്കയുമായിരുന്നു. ഒരിക്കലും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു വൈലി ഏർബൻ ക്രോ അല്ല. വൈലി എന്ന് പറഞ്ഞാൽ സ്കിൽഡ് എറ്റ്, നല്ല സൂത്രശാലിയും കഴിവും ഒക്കെ ഉള്ള കാക്കകളാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുക. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ജംഗിൾ ക്രോ എന്ന് പറയുന്നത്. ഈ കുട്ടി ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ യുദ്ധത്തിന് വേണ്ട, ഈ ബാറ്റിലിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും ഈ 2 പക്ഷികളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫൈറ്റ് ആരംഭിച്ചപ്പോൾ മൈനയും ഈ ക്രോയും ഒരു കാക്ടസിൻ്റെ മുകളിൽ എന്താണ് സംഭവിക്കുക, എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം, എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നറിയാൻ ആകാംക്ഷാപൂർവ്വം ഇരുന്നു. ഈ രംഗം കാണാൻ അവർക്ക് സാധിച്ചാൽ അത്രത്തോളം സംതൃപ്തി അവർക്ക് വേറൊന്നുമില്ല. അതേ കണ്ടീഷനിലാണ് ഈ 2 പക്ഷികളും അവിടെ വന്നിരുന്നത്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. ഫൈറ്റിൻ്റെ ആരംഭത്തിൽ ഡിഫെൻസീവ് മോഡിലായിരുന്നു കോബ്ര. അതായത് പ്രതിരോധിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്, അറ്റാക്ക് ചെയ്യുന്നതിന് പകരം. അതിൻ്റെ പത്തി അങ്ങോട്ടും ഇങ്ങോട്ടും 2 വശങ്ങളിലേക്കായിട്ട് ചലിപ്പിച്ചുകൊണ്ട് മംഗൂസിനെ മെസ്മറൈസ് ചെയ്യിക്കാൻ, അതായത് മാജിക്കിൽ നമ്മളെ മയക്കുന്നത് പോലെ മയക്കുന്ന ഒരു ശൈലിയാണ് കോബ്ര മുന്നോട്ട് വെച്ചത്. പക്ഷേ മംഗൂസിന് തൻ്റെ ഓപ്പണൻറ്റിൻ്റെ കണ്ണുകളുടെ ശക്തി എത്രമാത്രം പവർഫുള്ളാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് മംഗൂസ് ആ കണ്ണുകളെ നോക്കുന്നത് റിഫ്യൂസ് ചെയ്തു, നിരസിച്ചു, അങ്ങോട്ട് നോക്കിയില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. കണ്ണിലേക്ക് നോക്കുന്നതിന് പകരം മംഗൂസ് ആ കോബ്രയുടെ പത്തിക്ക് താഴെയുള്ള ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അങ്ങോട്ട് ഗെയ്സ് ചെയ്തു, അങ്ങോട്ട് ലുക്ക് ചെയ്തു. ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്. എന്നിട്ട് അറ്റാക്ക് ആരംഭിച്ചു. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. കോബ്രയുടെ അരികിലേക്ക് എത്തുന്നതുവരെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് മുന്നിലേക്ക് നടത്തിക്കൊണ്ട് മംഗൂസ് ഒരു വശത്തേക്ക് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തു. ആ പ്രിറ്റൻഡ് ചെയ്ത് മൂവ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഫെയിൻറ്റ്. നമ്മൾ യഥാർത്ഥമല്ലാതെ വ്യാജമായ രീതിയിൽ അഭിനയിക്കുക. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. മംഗൂസ് ഒരു ഭാഗത്തേക്ക് നീങ്ങിയ ഉടൻ തന്നെ കോബ്ര മംഗൂസിനെ അറ്റാക്ക് ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു. ആ സ്ട്രൈക്ക് എന്നുള്ള സെക്കൻഡ് ഫോമാണ് സ്ട്രക്ക്. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ബനിയൻ ട്രീയിൽ നിന്ന് ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എന്തൊരു വേഗത്തിലാണ് ആ പത്തി വിടർത്തിയ കോബ്ര താഴേക്ക് മൂവ് ചെയ്തത്. ഒരിക്കലും മംഗൂസ് ആ കോബ്രയുടെ ആ സ്ട്രൈക്കിൽ നിന്ന്, ആ കൊത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ് and darted in as swiftly as the cobra,
biting the snake on the back and darting away again out of reach. പക്ഷേ ആ ലിറ്റിൽ ഫെലോ, അതായത് നമ്മുടെ ഈ മംഗൂസ്, ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, വേറൊരു ഭാഗത്തേക്ക് ചാടി മാറി, ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, എന്നിട്ട് വളരെ പെട്ടെന്ന് കോബ്ര മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, ആ സ്നേക്കിൻ്റെ പിന്നിൽ ഒരു കടി കൊടുത്തുകൊണ്ട് ഡാർട്ടിങ് അവേ എഗൻ ഔട്ട് ഓഫ് റീച്ച്, ആ കോബ്രയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒന്നുകൂടെ പിന്നിലേക്ക് നീങ്ങിപ്പോയി. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. കോബ്രയും മംഗൂസും തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്ന ആദ്യഘട്ടത്തിൽ കോബ്ര സ്ട്രൈക്ക് ചെയ്തപ്പോൾ, കൊത്തിയപ്പോൾ, കണ്ടുകൊണ്ടിരുന്ന ക്രോ ആൻഡ് മൈന രണ്ടുപേരും അന്തരീക്ഷത്തിലേക്ക് അങ്ങോട്ട് പറന്നു, ഹേൾ ചെയ്തു. ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് ചാടിയപ്പോൾ പരസ്പരം കൂട്ടിയിടിക്കുകയുണ്ടായത്. ആ വേദനയിൽ അവർ ഷ്രീക്ക് ചെയ്തുകൊണ്ട്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, അവരെവിടെയാണ് ഇരുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് പാക്ക്. ദ കോബ്ര സ്ട്രക്ക് എഗൻ ആൻഡ് മിസ്ഡ്. എഗൻ ദ മംഗൂസ് sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. കടിയേറ്റ കോബ്രയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു തുണ്ട് രക്തം ഇങ്ങനെ ഗ്ലിസൻ ചെയ്തു, അതായത് തിളങ്ങി, ഷൈൻ ചെയ്തു. വീണ്ടും കോബ്ര ആ വേദനയിൽ മംഗൂസിനെ കൊത്താനായിട്ട് ശ്രമിച്ചു, പക്ഷേ അതും മിസ് ചെയ്തു. വീണ്ടും മംഗൂസ് ഒരു ഭാഗത്തേക്ക് ചാടി, എന്നിട്ട് മുന്നിലേക്ക് ചാടിക്കൊണ്ട് വീണ്ടും ഒരു കടി കൊടുത്തു. മംഗൂസ് കടിച്ച വശം ആ രണ്ട് ബേർഡ്സ്, മൈന ആൻഡ് ക്രോ, വീണ്ടും എയറിലേക്ക് ചാടി രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചു. ഷ്രീക്ക് ചെയ്തുകൊണ്ട്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും ആ കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ സുരക്ഷിതമായി ചെന്നിരുന്നു. ദ തേർഡ് റൗണ്ട് followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. ഒന്നാമത്തെ റൗണ്ട് ഫൈറ്റ് എപ്രകാരമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു മൂന്നാമത്തെ റൗണ്ടും. പക്ഷേ ഒരു നാടകീയമായിട്ടുള്ള രംഗം അവിടെ അരങ്ങേറി. അതിനെയാണ് ഡ്രമാറ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടുകൊണ്ടിരുന്ന ക്രോ ആൻഡ് ദ മൈന രണ്ടുപേരും വീണ്ടും അതിൽ പങ്കെടുക്കാനായിട്ട് മുന്നിലേക്ക് ചാടി. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ. ഇപ്രാവശ്യം രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചില്ല. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്. മൈന പറന്നങ്ങോട്ട് പൊന്തി, എന്നിട്ട് വീണ്ടും അതിൻ്റെ സ്ഥലത്ത് തന്നെ വന്നിരുന്നു, ആ പേർച്ചിൽ വന്നിരുന്നു. പെർച്ച് മീൻസ് the resting place. But the crow tried to pull up in mid-air and turned back. പക്ഷേ ക്രോ ആ മിഡ്-എയറിൽ മുകളിലേക്ക് ഉയരാനും അതോടൊപ്പം തന്നെ തിരിച്ചു വരാനും ശ്രമം നടത്തി. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. ക്രോ പിന്നിലേക്ക് തിരിയാൻ ശ്രമിച്ച അതേ സെക്കൻഡിൽ തന്നെ കോബ്ര പിന്നോട്ട് തിരിയുകയും ഒരു വലിയ ഫോഴ്സോടുകൂടെ അതിനെ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. ഏകദേശം 20 അടി അകലത്തിലേക്ക് തെറിച്ച് വീണ ഈ ക്രോ ഒരല്പസമയം പിടഞ്ഞതിന് ശേഷം, ഫ്ലട്ടർ ചെയ്തതിന് ശേഷം അനങ്ങാതെ അവിടെ കിടന്നു, അതായത് അത് കൊല്ലപ്പെട്ടു. ഈ രംഗം ഈ കുട്ടി ബനിയൻ ട്രീയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മൈന പിന്നീടൊരു ഇൻ്റർഫിയറിങ്ങിന് ശ്രമിക്കാതെ കാക്ടസ് പ്ലാന്റിൽ തന്നെ സേഫായി ബുദ്ധിപൂർവം അവിടെ തന്നെ നിൽക്കാൻ ശ്രമിച്ചു. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with a lightning snap had the big snake by the snout. ആ കോബ്ര വളരെ അവശനായിക്കൊണ്ടിരിക്കുകയായിരുന്നു.
എന്നാൽ മംഗൂസ് ഇപ്പോഴും ധൈര്യപൂർവ്വം അതിൻ്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് അതിൻ്റെ ചെറിയ കാലുകളിൽ ഉയർന്നു നിന്ന് ഇടിമിന്നൽ വേഗത്തിൽ ആ സ്നേക്കിൻ്റെ സ്നൗട്ടിൽ ഈ മംഗൂസ് കടിച്ചു. സ്നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ്. The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. കടിയേറ്റ കോബ്ര ഇങ്ങനെ പിടയാനായിട്ട് തുടങ്ങി, റൈത്ത് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വയലൻ്റായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട്, അതും വളരെ ഫ്രൈറ്റനിങ് മാനറിൽ, പേടിപ്പിക്കുന്ന വിധത്തിൽ. എന്നിട്ട് ആ കോബ്ര മംഗൂസിനെ ചുറ്റിപ്പിടിച്ചു. പക്ഷേ എന്നിട്ടും യാതൊരു കാര്യമില്ല. നോ അവെയിൽ, ദാറ്റ് മീൻസ് നോ യൂസ്. The little fellow hung grimly on until the snake had ceased to struggle. ഈ ലിറ്റിൽ ഫെലോ, അതായത് മംഗൂസ്, ഈ സ്നേക്കിൻ്റെ പിടച്ചിൽ അവസാനിക്കുന്നത് വരെ ധൈര്യപൂർവ്വം അങ്ങനെ തന്നെ നിന്നു. He then smelt along the quivering length and gripping it round the hood, dragged it into the bushes. അതിനുശേഷം നീളത്തിൽ വിറച്ചുകൊണ്ട് കിടക്കുന്ന ഈ കോബ്രയെ സ്മെല്ല് ചെയ്ത് അതിൻ്റെ ഹുഡിൽ, അതിൻ്റെ പത്തിയിൽ ചുറ്റും പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ച് ആ ബുഷസിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. അതേസമയം മൈന ആ ഗ്രൗണ്ടിലേക്ക് വളരെ ശ്രദ്ധാപൂർവം ഇറങ്ങി വരികയും ചാടി കുറച്ച് അകലത്തിൽ നിന്നുകൊണ്ട് ആ ബുഷസിലേക്ക് എത്തി നോക്കുകയും ചെയ്തു. എന്നിട്ട് അല്പസമയത്തിന് ശേഷം ഒരു അഭിനന്ദനത്തിൻ്റെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുകളിലേക്ക് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവം താഴേക്കിറങ്ങി വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയപ്പോൾ അവിടെ കണ്ട ആ ഫൈറ്റിനെ പറ്റി ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ പറഞ്ഞു. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. മംഗൂസാണ് ആ ഫൈറ്റിൽ വിജയിച്ചതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. ആ ഗാർഡനിൽ മംഗൂസ് താമസിക്കുന്നത് ഗ്രാൻഡ് ഫാദർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം സ്നേക്സിനെ എല്ലാം ഒഴിവാക്കാൻ അദ്ദേഹം ഈ മംഗൂസിന് കിച്ചണിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ തുണ്ടുകളൊക്കെ പതിവായി ഈ മംഗൂസിന് കൊടുക്കാറുണ്ടായിരുന്നു. He had never tried taming it because wild mongoose was more useful than a domesticated one. പക്ഷേ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ആ മംഗൂസിനെ ഇണക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വന്യമൃഗങ്ങളാണ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കാൾ കൂടുതൽ ഉപകാരപ്രദമെന്നത് ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes from the house. ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് മിക്കവാറും ഞാൻ ഈ മംഗൂസ് ഗാർഡൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ പരിശോധിച്ച് നടക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരിക്കൽ ഈ മംഗൂസിൻ്റെ വായിൽ ഒരു എഗ്ഗ് ഞാൻ കാണാനിടയായി. അത് ആ മംഗൂസ് ഞങ്ങളുടെ പൗൾട്രി ഫാമിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഞങ്ങളുടെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ആ മംഗൂസ് ഒരിക്കലും അവിടെയുള്ള ബേഡ്സിനെ, അവിടെയുള്ള കോഴികളെയും മറ്റ് വളർത്തു മൃഗങ്ങളെയും ഉപദ്രവിച്ചിരുന്നില്ല. എനിക്കറിയാമായിരുന്നു ഗ്രാൻഡ് മദർ എത്രത്തോളം കാലമാണോ ആ മംഗൂസ് സ്നേക്സ് ഒന്നും വീട്ടിൽ വരാതെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം കാലം മോഷ്ടിച്ചതിന് മാപ്പ് നൽകുമെന്ന്. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിനും കൂടി ഈ ബനിയൻ ട്രീ വേദിയൊരുക്കിയിട്ടുണ്ട്. ആ ഒരു സംഭവത്തിന് ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറ്: The strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas. അതിലെ വൈറ്റ് റാറ്റ് ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്ന്
മാർക്കറ്റിൽ നിന്ന് 4 അണ കൊടുത്ത് വാങ്ങിയതാണ്. ബട്ട് ഐ വുഡ് ഓഫ്റ്റൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ഗ്രാൻഡ് ഫാദറാണ് ഇതിനെ വാങ്ങിയതെങ്കിലും മിക്കവാറും സന്ദർഭങ്ങളിൽ ഇതിനെ ആ മരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാറുള്ളത് ഞാനായിരുന്നു. ബനിയൻ ട്രീ വെയർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്യൂറൽസ്. അങ്ങനെ ആ ബനിയൻ ട്രീയിലേക്ക് ഞാനിതിനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയപ്പോൾ ആ വൈറ്റ് റാറ്റ് വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ളൊരു സ്ക്യൂറലുമായി, ഒരണ്ണാനുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കേഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. ഇവർ രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ട്രിപ്പുകൾ ആ മരത്തിൻ്റെ മുകളിൽ നടത്താറുണ്ടായിരുന്നു. Then the squirrel started building a nest. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. പിന്നീട് കാണാൻ സാധിച്ചത് ഈ സ്ക്യൂറൽ, ഈ അണ്ണാൻ ഒരു കൂടുണ്ടാക്കുന്നതാണ്. തുടക്കത്തിൽ അതിന് ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിലാണ്. അതെപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, വീടിനകത്ത് പോയി ഡ്രസ്സ് മാറുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് വൈക്കോലിൻ്റെ കഷ്ണങ്ങളും പുല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ താഴേക്ക് വീഴുന്നതായിട്ട് കണ്ടു. Then one day grandmother's knitting was missing. We hunted for it everywhere but without success. Next day I saw something glinting in the hole in the banyan tree. പിന്നീട് ഒരു ദിവസം ഗ്രാൻഡ് മദറുടെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ മിസ്സിംഗ് ആയി. ഞങ്ങളത് എല്ലായിടത്തും ഹണ്ട് ചെയ്തു, തിരഞ്ഞു നടന്നു. ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷേ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം ബനിയൻ ട്രീയുടെ ഒരു ഹോളിൽ എന്തോ ഒന്ന് തിളങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. മുകളിൽ പോയി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഗ്രാൻഡ് മദർ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു സൂചിയാണെന്ന്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. And amongst the wool were 3 baby squirrels, all of them white. കൂടുതലായി ഞാൻ ആ ഹോൾ പരിശോധിച്ചപ്പോൾ, ആ ബനിയൻ ട്രീയുടെ ഹോൾ പരിശോധിച്ചപ്പോൾ കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുള്ള കുറേ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ്, നിറ്റിംഗ് അതിൽ കാണാനായിട്ട് സാധിച്ചു. ആ തുണികൾക്കിടയിൽ 3 ബേബി സ്ക്യൂറൽസ്, 3 അണ്ണാൻകുട്ടികൾ. ഈ അണ്ണാൻകുട്ടികളെല്ലാം തന്നെ വൈറ്റ് കളറുമാണ്. ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി നോക്കി അങ്ങനെ നിന്നുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്യൂറൽസ് ബിഫോർ ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഗ്രാൻഡ് ഫാദർ മുൻപൊരിക്കലും ജീവിതത്തിൽ വൈറ്റ് സ്ക്യൂറൽസിനെ കണ്ടിട്ടേയില്ല. ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടുകൂടെ, വണ്ടറോടുകൂടെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്നുപോയി. വി were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be the father. കുറച്ചു നേരം ശരിക്കും പസിൽഡായി, അതായത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഞങ്ങളവിടെ നിന്നു. അപ്പോൾ ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് ആ വൈറ്റ് റാറ്റ് തുടർച്ചയായി മരത്തിൻ്റെ മുകളിലേക്ക് പോകാറുള്ളതിനെ പറ്റി സൂചിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഈ സ്ക്യൂറൽസിൻ്റെ, ഈ വൈറ്റ് സ്ക്യൂറൽസിൻ്റെ ഫാദർ അപ്പോൾ തീർച്ചയായും ആ വൈറ്റ് റാറ്റ് തന്നെ ആയിരിക്കും. Rats and squirrels were related to each other, he said. ഗ്രാൻഡ് പറഞ്ഞു, റാറ്റ്സും സ്ക്യൂറൽസും പരസ്പരം റിലേറ്റഡ് ആണെന്ന്. So it was quite possible for them to have offspring, in this case white squirrels. റാറ്റ്സും സ്ക്യൂറൽസും പരസ്പരം റിലേറ്റഡ് ആയതുകൊണ്ട് തീർച്ചയായും ഈ ഓഫ്സ്പ്രിങ്, ഈ കുട്ടികൾ അവരുടേത് തന്നെ ആയിരിക്കുമെന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. That is the end of the story. Thank you very much for watching Baju's English.